മഹാഭാരതം ആദിപർവം. ശന്തനു മഹാരാജാവ് സത്യവതിയെ വിവാഹം കഴിക്കുന്നു. യഥാകാലം ചിത്രാംഗതൻ, വിചിത്രവീര്യൻ എന്നീ 2 പുത്രന്മാരും ഉണ്ടാകുന്നു. ചിത്രാംഗതൻ യൗവനത്തിലെത്തിയപ്പോഴേക്കാണ് ശന്തനു മഹാരാജാവ് പെട്ടെന്ന് മരണം വരിക്കുന്നത്. ഭീഷ്മർ അനുജനായ ചിത്രാംഗതനെ രാജാവായി വാഴിക്കുന്നു. ചിത്രാംഗതൻ തൻ്റെ വീര്യവും ശൗര്യവും കൊണ്ട് ഒരുപാട് രാജാക്കന്മാരെ തോൽപ്പിച്ച് കീഴടക്കി. മനുഷ്യ, ദേവ, ഗന്ധർവ സംഘത്തെ എല്ലാം പരാജിതരാക്കിയ സമയത്താണ് ചിത്രാംഗതൻ എന്ന് തന്നെ പേരുള്ള ഒരു ഗന്ധർവനുമായിട്ട് 3 വർഷം നീണ്ട അത്യുഗ്രമായ യുദ്ധം. ആ യുദ്ധത്തിനൊടുവിൽ മായാവിയായ ഗന്ധർവനാൽ അദ്ദേഹം മരണം വരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുജനായ വിചിത്രവീര്യൻ കുഞ്ഞു ബാലനാണ്. എന്നിരുന്നാലും ഭീഷ്മർ കുഞ്ഞിനെ രാജാവായി വാഴിച്ച് സ്വയം ഭരണം നടത്തുന്നു. അനുജന് യൗവനകാലമായപ്പോഴേക്കും അനുജൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭീഷ്മർ ചിന്തിക്കുന്നു. ആ സമയത്താണ് കാശി രാജാവിൻ്റെ 3 കന്യകമാരുടെ സ്വയംവരം നടക്കുന്നത് അറിയുന്നത്. അങ്ങനെ ഭീഷ്മർ ഒറ്റയ്ക്കാണ് സ്വയംവര വേദിയിലേക്ക് എത്തുന്നത്. പണ്ട് കാലത്ത് 8 വിധത്തിൽ കന്യാദാനം നടത്താറുണ്ട്. അതിൽ 8ാമത്തെ വിധമാണ് എല്ലാവർക്കും സമ്മതമായ സ്വയംവരം. ഭീഷ്മർ സ്വീകരിക്കുന്നത് 4ാമത്തെ വിധമാണ്. അതായത് പോരാളി ജയിച്ചിട്ട് വിവാഹം കഴിക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം കാശി രാജാവിനെ കണ്ട് വിവരം അറിയിക്കുന്നു, കന്യകമാരെയും വിവരം അറിയിക്കുന്നു. എന്നിട്ട് കന്യകമാരെ സ്വന്തം തേരിലേറ്റി രാജാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഭീഷ്മർ. ആ സ്വയംവരത്തിന് പങ്കെടുക്കാനെത്തിയ മുഴുവൻ രാജാക്കന്മാരും ഭീഷ്മർക്ക് ചുറ്റിലും വളഞ്ഞ് ഒറ്റയ്ക്ക് പൊരുതി അത്യുഗ്രമായ പോരാട്ടം നടത്തി ജയിച്ച് അദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തുന്നു. അതേസമയം ഭീഷ്മരെ പിന്തുടർന്ന് വരുന്നു ശല്യരാജാവ്. ശല്യരാജാവിനെ അദ്ദേഹം പരാജിതനാക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സകലതും, കുതിരയടക്കം തേരടക്കം എല്ലാം നശിപ്പിച്ച്, പക്ഷേ കൊല്ലുന്നില്ല, കൊല്ലാതെ വിടുകയാണ്. അവസാനം ലജ്ജിച്ച് നാണം കെട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. 3 കന്യകമാരെയും കൊണ്ട്, വിചിത്രവീര്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഹസ്തിനപുരിയിൽ. ആ സമയത്താണ് കന്യകമാരിൽ മൂത്തവളായ അംബ ഞാൻ ശല്യരാജാവിനെ മനസ്സാ വരിച്ചതാണ് എന്നറിയിക്കുന്നത്. പിന്നെ കൊട്ടാരത്തിലെ വേദജ്ഞാനികളുമായി ആലോചിച്ച് അംബയെ പോകാൻ അനുവദിക്കുകയാണ് ഭീഷ്മർ. എന്നിട്ട് അംബികയെയും അംബാലികയെയും വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. 7 വർഷം വളരെ സന്തോഷകരമായ അവരുടെ ജീവിതം കഴിഞ്ഞുപോയി. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ച് വിചിത്രവീര്യൻ മരണം വരിക്കുകയാണ്. അതോടുകൂടി ശന്തനു മഹാരാജാവിൻ്റെ കുലം അവിടെ തീർന്നു. അതീവ ദുഃഖിതയാണ് സത്യവതി. അവസാനം എന്ത് ശപഥമാണോ ഭീഷ്മരോട് ചെയ്യിപ്പിച്ചത് അത് തന്നെ തിരുത്താൻ പറയുകയാണ്. അതായത് രാജ്യഭരണം ഏറ്റെടുക്കണം, ധർമാനുസരണം, സഹോദര ഭാര്യമാരിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്നൊക്കെ ഭീഷ്മരോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഹൃത്തുക്കളെ കൊണ്ടും ഗുരുക്കന്മാരെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടൊക്കെ ഇതേ ആവശ്യം ഉന്നയിപ്പിക്കും. പക്ഷേ ഭീഷ്മർ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. സത്യം കൈവിടാൻ തയ്യാറാകുന്നില്ല. പകരം അമ്മയായ സത്യവതിക്ക് ഒരു കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് പരശുരാമ മഹർഷി 21 വട്ടം ക്ഷത്രിയ കുലം മുടിച്ചപ്പോൾ സ്ത്രീകൾ ബ്രാഹ്മണരെ വരുത്തി കുമാരന്മാരെ ജനിപ്പിക്കുകയാണ്. ആര് ജനിപ്പിച്ചതായാലും ആ പുത്രൻ വേളി കഴിച്ചവരുടെ പേരിലാണ് അറിയപ്പെടുക. അതാണ് വേദനിശ്ചയം. അങ്ങനെ ക്ഷത്രിയരിൽ നടപ്പാക്കിയ ഈ കാര്യം പിന്നീട് പല രാജാക്കന്മാരും പിന്തുടർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമ്മയോട് വേണ്ടത് തീരുമാനിക്കാൻ പറയുകയാണ്. അടുത്തതായിട്ട് പറയും, ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതി സ്വന്തം ജ്യേഷ്ഠനായ ഉദത്യ മഹർഷിയുടെ ഗർഭിണിയായ ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു. ആ സമയത്ത് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയാണ്, താതാ കാമം അടക്കൂ, ഈ ഗർഭത്തിൽ 2 പേർക്ക് കഴിയാൻ സ്ഥലമില്ല. ഭവാനാണെങ്കിൽ അമോഘ രേതസ്സാണ്, എന്നെ പീഡിപ്പിക്കരുത് പറയും. പക്ഷേ ആ കുഞ്ഞിൻ്റെ വാക്ക് കേൾക്കാൻ ബൃഹസ്പതി തയ്യാറാവുന്നില്ല. അവസാനം ഗർഭത്തിലേക്ക് വന്ന ശുക്ലത്തിനെ ഗർഭസ്ഥനായ കുഞ്ഞ് കാലുകൊണ്ട് പുറത്തേക്ക് നിലത്തേക്ക് ഇടുകയാണ്. ഇത് കണ്ടിട്ട് ബൃഹസ്പതിക്ക് ദേഷ്യം വരും. എന്നിട്ട് ശപിക്കും, നീ അന്ധനായിട്ടായിരിക്കും ജനിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ജന്മനായി അന്ധനായി പിറന്ന ആ കുഞ്ഞാണ് ദീർഘതമസ്. ബുദ്ധിമാനാണ്, പണ്ഡിതനാണ്, അതിസുന്ദരിയായ പ്രത്യൂഷിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഗൗതമാദികളായ ഒരുപാട് സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടാകുന്നു. സന്തോഷത്തോട് കഴിയുന്ന സമയത്താണ് ഒരിക്കൽ സുരഭിയുടെ പുത്രനിൽ നിന്ന് ഗോധർമ്മം അദ്ദേഹം കേട്ടറിയുന്നത്. അങ്ങനെ അതിനനുസരിച്ച് അദ്ദേഹം പെരുമാറാൻ തുടങ്ങി. ഗോധർമ്മം എന്ന് പറഞ്ഞാൽ കാളക്കൂറ്റന്മാരെ പോലെ പരസ്യമായിട്ട് മൈഥുനം നടത്തുന്നവരെയാണ് അങ്ങനെ പറയാം.
അന്ധനായ മുനിയുടെ മര്യാദ വിട്ടുള്ള ഈ പെരുമാറ്റം കണ്ട് ആശ്രമത്തിലെ മറ്റു മുനിമാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കും. ഭാര്യയും മക്കളും കൂടെ പോവാൻ തയ്യാറാവുന്നില്ല. ആ സമയത്ത് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് വിധിക്കുന്ന വിധിയാണ്, അതായത് ഒരു സ്ത്രീക്ക് മരണം വരെ ഒരു ഭർത്താവ് മതി, അതായത് ഒരു പുരുഷൻ മതി. അന്യനെ തൊട്ട് കഴിഞ്ഞാൽ അത് പാതകമാണ് എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. മഹർഷിയുടെ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ മക്കൾ തന്നെ അച്ഛനെ ഒരു പൊങ്ങുതടിയിൽ വെച്ച് കെട്ടി വെള്ളത്തിലേക്ക് ഒഴുക്കുകയാണ്. അങ്ങനെ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മുനിയെ ബലിരാജാവ് കാണുകയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കും. എന്നിട്ട് രാജാവിന് സന്താനങ്ങളില്ല, തൻ്റെ ഭാര്യയിൽ സന്താനോൽപാദനം നടത്താൻ പറയുകയാണ്. മുനി അത് സ്വീകരിക്കും. പക്ഷേ രാജപത്നി എന്ത് ചെയ്യും? തനിക്ക് പകരം തൻ്റെ ബന്ധുവിനെയാണ് മുനിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക. 11 മക്കൾ ജനിക്കും. ഇതറിയുന്ന രാജാവ് വീണ്ടും മുനിയെ പ്രസാദിപ്പിച്ച് ഭാര്യയുടെ അടുത്തേക്ക് വിടും. രാജപത്നിയെ മുനിവരൻ ജസ്റ്റ് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയും, സൂര്യശോഭയുള്ള പുത്രന്മാർ നിനക്കുണ്ടാവും. അവരെല്ലാവരും ഓരോ പേരിൽ ഓരോ രാജ്യത്തിൽ പ്രസിദ്ധി നേടും. അതായത് അങ്കന് അംഗരാജ്യം, വങ്കന് വങ്കരാജ്യം, കലിംഗന് കലിംഗരാജ്യം, പുണ്ട്രന് പുണ്ട്രരാജ്യം, സുബ്ഹന് സുമരാജ്യം, അങ്ങനെ എല്ലാവർക്കും ഓരോരോ രാജ്യം ഉണ്ടായി. അങ്ങനെ ബലിരാജാവിൻ്റെ കുലം വളരെയധികം പ്രശസ്തി ആർജിക്കുകയാണ്. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് ഭീഷ്മർ മാതാവായ സത്യവതിയോട് പറയും, ഉത്തമനായ ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ നിന്ന് വംശം ഉദ്ധരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഒരുപാട് ക്ഷത്രിയ രാജാക്കന്മാരുണ്ട് ഇതുപോലെ, വേണമെങ്കിൽ ഇനിയും ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാമല്ലോ എന്നങ്ങ് പറയും. ഇതൊക്കെ കേട്ട് ഇടറുന്ന വാക്കുകളോടുകൂടി സത്യവതി തൻ്റെ മകനായ വ്യാസനെക്കുറിച്ച് ഭീഷ്മരോട് തുറന്ന് പറയും. അങ്ങനെ ഭീഷ്മരുടെ അനുവാദത്തോടു കൂടി മകനെ സ്മരിക്കും. ഉടനെ വ്യാസമഹർഷി അവിടെ പ്രത്യക്ഷനാവും. എന്നിട്ട് തൻ്റെ ആവശ്യം പറയുകയാണ്. വ്യാസമഹർഷി പറയും, ഓക്കെ, സൂര്യവർണാഭന്മാരായ കുമാരന്മാരെ നൽകാം, പക്ഷേ 1 വർഷം ഈ 2 സഹോദരിമാരും വ്രതമെടുത്ത് ആത്മശുദ്ധി നേടണം. പക്ഷേ ഈ നിബന്ധന സത്യവതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കാലതാമസം പാടില്ല, ശന്തനു മഹാരാജാവിൻ്റെ കുലം ഉടൻ വേണം എന്നൊരു ചിന്തയാണത് അമ്മയ്ക്ക്. അന്നേരം മഹർഷി പറയും, തൻ്റെ ഈ വൈരൂപ്യം, ഗന്ധം, രൂപം, വേഷം ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുമോ, സഹിക്കാൻ തയ്യാറാണോ, എന്നാൽ മാത്രമേ ഉത്തമനായ പുത്രനെ കിട്ടുള്ളൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി മഹർഷി നൽകും. പക്ഷേ സത്യവതി അതത്ര കാര്യമാക്കുന്നില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഭാരതകുലം ഉദ്ധരിക്കണം എന്ന് ചിന്തിച്ചിട്ട് പുത്രവധുക്കളെ 2 പേരും സമ്മതിപ്പിച്ചു. അങ്ങനെ യഥാകാലം ദാനധർമാദികളും അന്നദാനവും ഒക്കെ വേണ്ടതുപോലെ ചെയ്യണു സത്യവതി. പക്ഷേ കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബികയ്ക്കും അംബാലികയ്ക്കും മുനിവൈര്യൻ്റെ ഈ വൈരൂപ്യത്തെ കണ്ട് പേടിക്കുകയാണ് ചെയ്തത്. ഒരാൾ പേടിച്ച് കണ്ണടയ്ക്കുന്നു, മറ്റേയാൾ പേടിച്ച് പാണ്ഡുരവർണ്ണയായിട്ടങ്ങ് വിവർണ്ണയായി മാറുകയാണ്. അവസാനം മഹർഷിയോട് ചോദിക്കും, ഗുണവാനായ രാജപുത്രന്മാർ ജനിക്കുമോ? സത്യവതിയുടെ ചോദ്യത്തിന് മഹർഷി പറയും, 10,000 ആനകളുടെ ശക്തിയുള്ള വിദ്വാനായ പുത്രനാണ് മൂത്തവൾക്കുണ്ടാവുക. പക്ഷേ അമ്മ ചെയ്ത തെറ്റുകൊണ്ട് കണ്ണടച്ചുവല്ലോ, അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് അന്ധനായിട്ടായിരിക്കും. പക്ഷേ അവന് 100 പുത്രന്മാരുണ്ടാവും എന്ന് പറയും. രണ്ടാമത്തെ ആളുടെ കാര്യം ചോദിച്ചപ്പോൾ പറയും, അംബാലികയാണെങ്കിൽ മഹർഷിയെ കണ്ട ഉടനെ വിവർണ്ണയായിപ്പോയല്ലോ, പാണ്ഡുരയായിപ്പോയി. അതുകൊണ്ട് അവൾക്ക് ജനിക്കുന്ന പുത്രൻ പാണ്ഡു ആയിരിക്കും, പാണ്ഡു എന്ന് തന്നെയായിരിക്കും അവൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ വീണ്ടും നല്ലൊരു നന്മയേറിയ ഒരു പുത്രനെ കൂടി ജനിപ്പിക്കണം എന്ന അമ്മയുടെ സങ്കടത്തിന്മേലുള്ള ആവശ്യപ്രകാരം മഹർഷി സമ്മതിക്കുന്നു. എന്നിട്ട് അംബികയെ സമ്മതിപ്പിക്കുന്നു. പക്ഷേ അംബിക തനിക്ക് പകരം തൻ്റെ അപ്സരതുല്യയായ ദാസിയെയാണ് മഹർഷിയുടെ അടുത്തേക്ക് വിടുന്നത്. ഇപ്രാവശ്യം നല്ലൊരു കുഞ്ഞുണ്ടാവുമല്ലോ എന്ന സത്യവതിയുടെ ചോദ്യത്തിന് അംബിക ചതിച്ച കാര്യവും ശൂദ്രസ്ത്രീയെ അടുത്ത് കിടത്തിയ കാര്യമൊക്കെ അമ്മയെ അറിയിച്ചിട്ട് മഹർഷി അവിടുന്ന് പോവുകയാണ്. അംബാലികയ്ക്ക് പാണ്ഡു ജനിക്കുന്നു, പാണ്ഡവരുടെ അച്ഛൻ. അംബികയ്ക്ക് ധൃതരാഷ്ട്ര, ദുര്യോധനാദികളുടെ അച്ഛൻ. കൃഷ്ണദ്വൈപായന സുതൻ എന്ന് കീർത്തി കേട്ട ധർമ്മജ്ഞനായ മഹാബുദ്ധിമാനായ വിതുരൻ ശൂദ്രസ്ത്രീയിലൂടെ ഉണ്ടാകുന്നതാണ്.
മാണ്ഡവമുനിയുടെ ശാപം കാരണമാണ് ധർമ്മദേവൻ വിതുരനായി ജനിക്കുന്നത്. ആ കഥ അടുത്തതിൽ. നന്ദി, നമസ്കാരം.